നമസ്കാരം, MCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ COA ജില്ലാ സമ്മേളനം ചേലക്കരയിൽ സമാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിലെ തീരുമാനമനുസരിച്ച് രേഖാമൂലം ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിക്കാൻ നടപടിയെടുത്തതെന്ന് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി. കല്ലൂർ തൈക്കൂട്ടം പുഴയോര സൗന്ദര്യവൽക്കരണ പദ്ധതി ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ COA ജില്ലാ സമ്മേളനം ചേലക്കരയിൽ സമാപിച്ചു. COA ജില്ലാ പ്രവർത്തകരുടെ ശക്തി തെളിയിച്ചാണ് 2 ദിവസങ്ങളിലായി സമ്മേളനം നടന്നത്. കേബിൾ TV മേഖലയിൽ കുത്തകവൽക്കരണം കടന്നുവരുന്ന കാലഘട്ടത്തിൽ ചെറുത്തുനിൽപ്പിന്റെ ആഹ്വാനവുമായാണ് കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മ സമ്മേളനം നടത്തിയത്. സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കിയ ആദ്യ ജില്ലയെന്ന പ്രത്യേകതയോടെയാണ് ഇത്തവണത്തെ സമ്മേളനം. സമാപന സമ്മേളനം K രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. COA ജില്ലാ പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനു ശിവദാസ് മുഖ്യപ്രഭാഷണം നടത്തി. കായിക താരം NV ഷീനു, കർഷകനായ രാംകുമാർ, അധ്യാപക അവാർഡ് ജേതാവ് ശോഭന, പൈങ്കുളം നാരായണ ചാക്യാർ എന്നിവരെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം E വേണുഗോപാലമേനോൻ, പഞ്ചായത്ത് അംഗം ബിനി വിനോദ്, പ്രഭാകരൻ മാഞ്ചാടി, അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ, സന്തോഷ് ചെറിയാൻ, VK പ്രമോദ്, PB സുരേഷ്, CG ജോസ് എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിനു മുന്നോടിയായി വർണ്ണശബളമായ ഘോഷയാത്ര നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിലെ തീരുമാനമനുസരിച്ച് രേഖാമൂലം ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിക്കാൻ നടപടിയെടുത്തതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശ സേവ്യർ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിന്റെ പകർപ്പ് ആശുപത്രി സൂപ്രണ്ട് പുറത്തുവിട്ടതോടെ പുതിയ വിവാദം തുടരാനാണ് സാധ്യതയുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അനുമതിയോടെയാണ് മരം വിൽക്കാൻ കരാർ ക്ഷണിച്ചത്. ഇതിനായി വനം വകുപ്പിന്റെ പരിശോധനയും നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ ആശ സേവ്യർ വ്യക്തമാക്കി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിർദ്ദേശം ലംഘിച്ച് ആശുപത്രി വളപ്പിലെ മരങ്ങൾ വിൽപ്പന നടത്തിയ സംഭവത്തിൽ ആരോപണ വിധേയയായ സൂപ്രണ്ടിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായ പശ്ചാത്തലത്തിലാണ് വിശദീകരണവുമായി ആശുപത്രി സൂപ്രണ്ട് രംഗത്ത് വന്നത്. മാള ആശുപത്രിയിൽ പുതിയതായി നടക്കുന്ന ബിൽഡിങ്ങിന് തടസ്സമായി നിൽക്കുന്നതായ മരങ്ങളും ആളുകളുടെ മേത്ത് വീഴാൻ സാധ്യതയുണ്ടായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നീങ്ങി നിൽക്കുന്ന മരവും വെട്ടി നീക്കാനുള്ള അനുവാദം ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരുടെ തന്നെ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി എനിക്ക് തന്നിട്ടുള്ളതാണ്. അതിൻ്റെ റിപ്പോർട്ട് എൻ്റെ കൈവശമുണ്ട്. മരങ്ങൾ വീഴാറായ മരങ്ങൾ വെട്ടി നീക്കണമെന്നും പറഞ്ഞ് നമ്മുടെ DMOൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ കോടതിയിൽ നിന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. കല്ലൂർ തൈക്കൂട്ടം പുഴയോര സൗന്ദര്യവൽക്കരണ പദ്ധതി ആരംഭിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് കാച്ചപ്പള്ളി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ പള്ളി വികാരി ഫാദർ ഡോക്ടർ ജോൺസൺ G ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് I കണ്ണത്ത് മുഖ്യപ്രഭാഷണം നടത്തി. VA പത്മനാഭൻ, ബിന്ദു ശശി, VM സുകുമാരൻ, മത്തായി കാച്ചപ്പള്ളി, ജോസ് കവലക്കാട്ട്, കാശാങ്കോടത്ത് ദാമോദരൻ നമ്പൂതിരി, MPK മഖ്ദുമി, ഡേവിസ് കാച്ചപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. അവസരം ലഭിച്ചതിൽ ഞാൻ സർവശക്തനായ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കല്ലൂർ പള്ളിയിലെ കാച്ചപ്പള്ളി ട്രസ്റ്റിൻ്റെ പരിപാടിക്ക് വന്ന അവസരത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തത് അവിടെ സംസാരിച്ചപ്പോൾ അച്ഛൻ പ്രത്യേകം താല്പര്യമെടുത്ത് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, വരണമെന്ന് നിർബന്ധിച്ചു. അച്ഛൻ വിളിച്ച ഇവിടെയും വരും, കാരണം അത്രയും ബന്ധമുണ്ട്. വൈദികരായാലും അതുപോലെ തന്നെ ഖത്തീബായാലും ആരൊക്കെ ആയാലും നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു മനസ്സെനിക്കുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആഗ്രഹമായ ഈ കടവിൻ്റെ സൗന്ദര്യവൽക്കരണത്തിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ സഹായിക്കാൻ തയ്യാറാണ് എന്ന് അവിടെ വെച്ച് പറഞ്ഞത് ഇവിടെ വെച്ചും പറയുന്നു. സേവാഭാരതി മാള മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന യോഗം ഡോക്ടർ മനു മാത്യു ഉദ്ഘാടനം ചെയ്തു. RSS താലൂക്ക് സംഘചാലക് TK വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കാര്യവാഹക് KR സന്തോഷ് സന്ദേശം നൽകി. CK പ്രദീപ്, KC നടേശൻ, VD അംബുജാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹത്തിന് കാലിന് അല്ലെങ്കിൽ കാൽഷ്യം അല്ലെങ്കിൽ ശക്തി ഉണ്ടാവില്ല, അദ്ദേഹം വളരില്ല. ഇതൊക്കെയാണ് ഗ്രോത്ത് ഹോർമോണിൻ്റെ കുറവ് കൊണ്ട് ഉള്ള അവസ്ഥ. 10ാം വയസ്സിലാണ് അത് കണ്ടുപിടിച്ചത്.
അത് ചികിത്സിക്കാനുള്ള കാശ് അവരുടെ മാതാപിതാക്കന്മാരുടെ കുടുംബം വിറ്റാൽ പോലും ഒരു വർഷത്തേക്ക് ഈ ഗ്രോത്ത് ഹോർമോൺ സപ്ലിമെന്റ് ചെയ്യാൻ, ഗ്രോത്ത് ഹോർമോൺ നമുക്ക് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കാൻ പറ്റും. കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന കൗൺസിൽ യോഗം കൊടുങ്ങല്ലൂരിൽ നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TM നാസർ ഉദ്ഘാടനം ചെയ്തു. PU സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. MK ബാലകൃഷ്ണൻ, KA രമേശൻ, P ചന്ദ്രശേഖരൻ, പീറ്റർ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിന്റെ പ്രബലനായ കഴിഞ്ഞ ദിവസം ഞാനും സുരേഷ് ബന്ധപ്പെട്ടപ്പോൾ ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചത്. പക്ഷെ രാവിലെ ഒഴിവാക്കാനാവാത്ത ചില സാഹചര്യങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അറിയിക്കുന്നുണ്ട്. പിന്നീട് മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി MP ജാക്സൺ, അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്നാണ് ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അധ്യാപകരെ സെൻസസ് ജോലിക്ക് നിയോഗിക്കരുതെന്ന് KSTA കൊടുങ്ങല്ലൂർ ഉപജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം L മാഗി ഉദ്ഘാടനം ചെയ്തു. KK മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. KG മോഹനൻ, AK മൊയ്തീൻ, PV ജയപ്രകാശ്, AA മുഹമ്മദ് സിദ്ദിഖ്, CK ബേബി, KJ ഷീല, CA നസീർ, PA നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു പഠനം കൂടി പിന്നിട്ടുകൊണ്ട് 25ാം വാർഷിക സമ്മേളനത്തിൽ രജത ജൂബിലി സമ്മേളനത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നേരത്തെ സ്വാഗതം ആശംസിച്ച ശൈലജ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംഘടന, അധ്യാപക സംഘടന രൂപം കൊണ്ടിട്ട് 25 വർഷമല്ല ആയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതിന് മുമ്പുള്ള സംഘടനയിൽ അംഗങ്ങളായിരുന്നിട്ടുള്ള ആളുകളാണ് ഇതിൽ കൂടുതൽ പേര്. 1930കളിൽ രൂപം കൊണ്ട നമ്മുടെ ആദ്യകാല പ്രസ്ഥാനം പലവിധ പേരുമാറ്റങ്ങൾക്കും രൂപമാറ്റങ്ങൾക്കും ഒക്കെ വിധേയമായി, ഘടനാ മാറ്റങ്ങൾക്ക് വിധേയമായി. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ മുഴുവൻ അധ്യാപകരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമായി. എയ്ഡഡ് മേഖലയിലെയും അതുപോലെ തന്നെ സർക്കാർ മേഖലയിലെയും മുഴുവൻ അധ്യാപകരെയും ഉൾക്കൊള്ളുന്ന ഒരു ഐക്യ പ്രസ്ഥാനമായി രൂപം കൊണ്ടതിന്റെ KSTA എന്ന പേരിൽ രൂപം കൊണ്ടതിന്റെ 25ാം വാർഷികമാണ് നമ്മൾ ഈ വർഷം വിപുലമായി ആഘോഷിക്കുന്നത്. മൈസൂരിൽ വെച്ച് കാണാതായ കോണത്തുകുന്ന് സ്വദേശിയെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. പഴമ്പിള്ളി ചന്ദ്രന്റെ മകൻ കിഷോറിനെയാണ് 2014 ജൂലൈ 10 കാണാതായത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിമി കണ്ണദാസൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുള്ളത്. സ്വർണം നിരക്ക്: സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 2400 രൂപ, പവന് 19,200 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ COA ജില്ലാ സമ്മേളനം ചേലക്കരയിൽ സമാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിലെ തീരുമാനമനുസരിച്ച് രേഖാമൂലം ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിക്കാൻ നടപടിയെടുത്തതെന്ന് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി. കല്ലൂർ തൈക്കൂട്ടം പുഴയോര സൗന്ദര്യവൽക്കരണ പദ്ധതി ആരംഭിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.